ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത്. എല്ലാവരും സുഖമായി സമാധാനപരമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്തൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പ്ലാനിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് PCOD റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് PCOD പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്നല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ PCOD എന്താണ്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുക, അതിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ PCOD പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണം, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോഴേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കാപ്പി കുടിക്കുന്നത് നിർത്തുക. എനിക്കറിയാം ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷന് നമുക്ക് കഫൈൻ തീരെ പാടില്ല. അതിന് പകരമായിട്ട് നമുക്ക് ജിഞ്ചർ ടേമറിക് ടീ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ വാട്ടർ കുടിക്കാം, ചിയാ സീഡ് വാട്ടർ കുടിക്കാം, ഈ മുരിങ്ങ ഇലേൻ്റെ പൗഡർ കിട്ടും, അത് നല്ലതാണ്, തുളസി വെള്ളം കുടിക്കാം. അങ്ങനെ ഈ പറഞ്ഞ ഇഷ്ടംപോലെ ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യുക, പക്ഷെ ചായ കാപ്പി കുടിക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവല് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പ്രോട്ടീൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഏറ്റവും ആദ്യം നിങ്ങൾ കഴിക്കേണ്ടത് പ്രോട്ടീൻ ആയിരിക്കണം. ചിക്കൻ ആവാം, എഗ് ആവാം, കടലവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ പ്ലേറ്റിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, ഫൈബർ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. ആദ്യം നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. നമുക്ക് എപ്പോഴുള്ളൊരു സ്വഭാവമാണ് നമ്മൾ ആദ്യം ചോറ് കഴിക്കുക, അല്ലെ ചപ്പാത്തി കഴിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ മാറ്റണം. കാരണം നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ബാലൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ സ്റ്റാർട്ട് വിത്ത് പ്രോട്ടീൻ. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കരുത്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നതാണ്. അതായത് ഫ്രൂട്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മാത്രം കഴിക്കുക. ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക. നമ്മുടെ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാനായിട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് സീഡ്സിൻ്റെയോ നട്ട്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഇൻസുലിൻ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സിനമൺ യൂസ് ചെയ്യാം, അതായത് കറുവപ്പട്ട. ഇത് ഞാൻ എപ്പോഴും ഈ അടുത്തായിട്ട് കുറച്ചധികം യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കത് നമ്മുടെ സ്മൂത്തിയിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സിനമൺ ടീ കുടിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ട് മീലില്ലേ, നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ, ആ സമയത്തൊക്കെ സിനമൺ കുറച്ച് ആഡ് ചെയ്യുക. ഇതുവഴി നമുക്ക് ഇൻസുലിൻ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ കാപ്പി ചായയൊക്കെ ഒഴിവാക്കുക, അതിൻ്റെ ബെറ്റർ ഓപ്ഷൻസ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താ അറിയോ? ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ട്സ് ഇല്ലെങ്കിൽ ഡേറ്റ്സ് ഇതൊക്കെ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഷുഗർ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് കഴിക്കാം. ആൽമണ്ട്സ് ആണെങ്കിൽ ഒരു 5 തൊട്ട് 6 എണ്ണം വരെ മാക്സ്. ഷുഗർ അല്ല, ഡേറ്റ്സ് ആണെങ്കിൽ 1 or 2 ഡേറ്റ്സ്, അതിൽ കൂടാൻ പാടില്ല, മാക്സിമം. ഓക്കെ, അതാണ് മാക്സിമം കണക്ക്. ഒരെണ്ണത്തിൽ നിർത്താൻ പറ്റുക അത്രയും നല്ലത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം, പക്ഷേ 85% കൂടുതൽ കൊക്കോ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ആ ലേബിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 85% എബോ. സാധാരണ കണ്ടുവരുന്നത് ഒരു 50% കൊക്കോ ആൻഡ് അബോ അങ്ങനെയൊക്കെയാണ്, പക്ഷേ 85% വരുന്നുണ്ട്. എനിക്കൊന്ന് നമ്മുടെ അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൽ 90% 99% അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയാൽ അത്യാവശ്യം നല്ല കയ്പ്പാണ്, പക്ഷേ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്താണെങ്കിലും ഏറ്റവും കുറഞ്ഞത് 85% ആൻഡ് അബോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ നാച്ചുറലി റെഡ്യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആൻറ്റി ഇൻഫ്ലമേഷനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക. നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് മഞ്ഞൾ, ഇഞ്ചി, സിനമൺ ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുക. കാരണം ഇതൊക്കെ വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇതൊക്കെ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു 4 തൊട്ട് 5 ദിവസം വരെ 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്സും ചിയാ സീഡ്സും കഴിക്കുക. ഇത് നമുക്ക് omega-3 ആസിഡ്സ് തരും കേട്ടോ. സോ അതുവഴി നമുക്ക് ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ omega-3 ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്, 1 സ്പൂൺ ചിയാ സീഡ്സ് 4 to 5 days in a week. റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട്
ഘീ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ ഇതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുക. 5ാമത്തെ പോയിന്റ്, PCOD മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്ന്, നമുക്ക് സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യാം. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കുറേ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ഇല്ലെങ്കിൽ യോഗ ചെയ്യാം. എന്താണെങ്കിലും ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും സൂര്യ നമസ്കാരം ഇല്ലെങ്കിൽ യോഗ മസ്റ്റായിട്ട് ചെയ്യണം. സ്ട്രെസ് കൺട്രോൾ ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതല്ലാന്നുണ്ടെങ്കിൽ ബ്രീതിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ബോക്സ് ബ്രീതിങ് എന്ന് പറയുന്ന ഒരു ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 4 സെക്കൻഡ് ബ്രീത് ഇൻഹേൽ ചെയ്യുക. നമ്മൾ 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, 4 സെക്കൻഡിൽ അത് എക്സ്ഹേൽ ചെയ്യുക, എഗെയിൻ 4 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. സോ വി ആർ ക്രിയേറ്റിംഗ് എ ബോക്സ്. അതാണ് ഈ ഒരു ബോക്സ് ബ്രീതിങ് ടെക്നിക് എന്ന് പറയുന്നത്. സോ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് കേട്ടോ. കേൾക്കുമ്പോൾ ഇതൊക്കെ എഫക്റ്റീവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും റിസൾട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് മഗ്നീഷ്യം ബൂസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതും എഗെയിൻ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് പംകിൻ സീഡ്സ്, ചീര, നട്ട്സ് ഇതൊക്കെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. നമ്മുടെ ബോഡീനെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 6ാമത്തെ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. മാക്സിമം അങ്ങേയറ്റം പോയാൽ രാത്രി 11 മണിക്ക് മുമ്പ് ഉറങ്ങാൻ ശ്രമിക്കുക. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ലേറ്റ് നൈറ്റ് ഒക്കെ ഉണർന്നിരുന്നിട്ടുണ്ട്, അത് നമ്മുടെ ഹോർമോൺസിനെ മെസ്സപ്പ് ചെയ്യും. സോ അത് നമുക്ക് ഒരുപാട് PCOD പേഷ്യൻസിന് അത് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേഗം ഉറങ്ങാനായിട്ട്. ഇപ്പം ബുക്ക് വായിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരുന്നവരാണ് ഒരു ബുക്ക് വായിക്കുക. സ്ക്രീൻ ടൈം, അതാണ് നമ്മൾ ഈ ഉറങ്ങാതെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം. ബെഡിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു 10 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഫോൺ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കാം. പറ്റി അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്കുക, ഒരു റൂമിൽ വെച്ചേക്കാം. അതായത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ എത്രയും പെട്ടെന്ന് അത് പോയി എടുക്കും. അത് ചെയ്യരുത്. വേറൊരു റൂമിലോ അല്ലെ ഹാളിലോ ആയിട്ട് അതങ്ങ് മാറ്റി വെച്ചേക്കുക. എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും 10 മണി 11 മണിക്കുള്ളിൽ മസ്റ്റായിട്ട് ഉറങ്ങാം. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ചില ഡയറ്റ് ഹാക്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതിയോളം, അതായത് 50% വെജിറ്റബിൾസ് ആയിരിക്കണം, 25% പ്രോട്ടീൻ ആയിരിക്കണം, ബാക്കി വരുന്ന 25% കൂടുതലും കാർബോഹൈഡ്രേറ്റും പിന്നെ ഗുഡ് ഫാറ്റും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. PCOD ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് ഒന്നും മണത്ത് നോക്കാൻ പോലും പാടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ സ്നാക്കിംഗ് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കയ്യിൽ കരുതുക. നട്ട്സ് ക്യാരി ചെയ്യാം, സീഡ്സ് ക്യാരി ചെയ്യാം, ഈ കടലയൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടില്ലേ അതൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം. എല്ലാത്തിൻ്റെ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് നമ്മൾ ഈ ഒരു ജങ്കിലേക്കൊന്ന് എത്തിപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എപ്പോഴും കരുതി വയ്ക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PCOD, തൈറോയിഡ് ഇങ്ങനത്തെ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ കെയർ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മീലൊക്കെ പ്രിപ്പ് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ വിചാരിക്കില്ല രാവിലെ സമയമില്ല കുക്ക് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിലും എത്ര ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ് വെജിറ്റബിൾസ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് അതെടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൽ പ്രിപ്പറേഷൻസ് നിങ്ങൾ അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇടുക. ഇനി ലാസ്റ്റ് പോയിന്റ്, 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സസൈസ്. PCOD ഉള്ള പലരോടും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. നമ്മൾ കാർഡിയോ ഉറപ്പായിട്ടും ചെയ്യാം, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, കാർഡിയോ ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മെയിൻ മീൽസ് കഴിച്ചതിന് ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയെങ്കിലും ഒന്ന് നടക്കുക. മൂവ്മെൻറ്റ് ഉണ്ടാവണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നടക്കാനല്ല പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഭക്ഷണം കഴിഞ്ഞ ഉടനെ 10 തൊട്ട് 15 മിനിറ്റ് വരെ നടക്കണം. നടക്കുമോ എന്തോ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്. ഒത്തിരി ഹെവി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല പറയുന്നത്. ചുമ്മാ ഒരു ഇപ്പോൾ സ്റ്റെപ്സ് കയറുക, ഇല്ല സ്ലോ ആയിട്ട്, ഒരുപാട് ഹാർഡായിട്ടുള്ള ഒന്നുമല്ല പറയുന്നത്. കാരണം നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് അത്ര ഹാർഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സ്ലോ വാക്കിന് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ എക്സസൈസുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പീരിയഡ്സ് ആവില്ലേ, പീരിയഡ്സ് ആവുന്ന സമയത്ത് ഈ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ യോഗ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുക, ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുക.
പീരിയഡ്സ് അല്ലാതിരിക്കുന്ന നമ്മുടെ ഒരു നോർമൽ ടൈമിങ്ങിൽ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. സോ നമ്മുടെ പീരിയഡ്സിനനുസരിച്ച് ഇതൊന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എല്ലാവരും ഇതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ PCOD കുറിച്ചിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാം. ആൻഡ് കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് പറയുക, ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. I'll see you guys in my next video. This is Ashwati Rajat signing out. Ta-ta.